വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഹെങ്ങിനെ കാണിച്ചുകൊണ്ടാണ് മിസ്പ്ലേസ്മെൻറ്റിൻ്റെ 14ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. മിസ്പ്ലേസ്മെൻറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? മാനിനെക്കുറിച്ച് യുവാൻ പറഞ്ഞത് കേട്ട് ഇൻ കൊട്ടാരത്തിലേക്ക് പോയ ഇൻഹെങ്ങിനെ ടാങ്സൻ തിരികെ നോർത്ത് വില്ലയിലേക്ക് കൊണ്ടുവന്നു. മാസ്റ്റർ ഇൻഹെങ്ങിൻ്റെ എല്ലാ അധികാരങ്ങളും ദുർബലപ്പെടുത്തിയെന്ന് അറിയിച്ച് അയച്ച ലെറ്റർ അവർ അവനെ കാണിക്കുന്നു. വാൻവാനെക്കുറിച്ച് ടാങ്സനോട് അന്വേഷിക്കുന്നു. ഷെൻ ടവേണിൽ അവളും ടാങ്സനും കാണുന്നു. ഷിയാക്യു കുടിച്ചുകൊണ്ടിരുന്ന മരുന്ന് അവൾക്ക് ദൂഷ്യഫലങ്ങളാണ് ചെയ്തതെന്ന് അവളെ അവൻ അറിയിക്കുന്നു. ഇതെല്ലാം ആലോചിച്ച് മേക്കപ്പ് ഇട്ടുകൊണ്ട് കൊട്ടാരത്തിലുള്ള മുറിയിൽ അവൾ ഇരിക്കുന്നു. സഹോദരിയുടെയും ഓൾഡ് മാഡത്തിൻ്റെ മരണത്തിലും അവൾക്ക് നിഗൂഢതകൾ തോന്നുന്നു. അതിനിടയിലാണ് ഇൻഹെങ് അവിടേക്ക് കടന്നു വന്നത്. അവൻ്റെ മുന്നിൽ അവൾ വെറുക്കുന്ന തരത്തിൽ അഭിനയിക്കുന്നു. അവൻ പോയതിൻ്റെ പിന്നാലെ അവന് നന്മ വരുത്തണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് മാനേജർ വാങ് അവിടേക്ക് വന്നത്. മാസ്റ്റർ ഇന്നിനെയും സെങ്കാവനെയും നോക്കി നിന്നതാണെന്ന് അവൾ പറയുന്നു. എന്നാൽ അവർ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പോയതാണ്, ഇന്നിനി വരില്ലെന്ന് അയാൾ അവളോട് പറയുന്നു. പിറ്റേന്ന് മാസ്റ്ററും സെങ്കാവവും തിരിച്ചെത്തി. മാനേജർ വാങ്ങിനോട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ ഷെൻ ഹോസ്പിറ്റലും തവേണും മിസ്റ്റർ ഷെന്നും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു. ബാൻമാനെ അവിടെ വെച്ച് കണ്ടതും പറയുന്നു. അഡോപ്ഷനെ കുറിച്ച് നടത്തിയ അന്വേഷണം ഓർഫനേജിലും കൂടി നടത്തണമായിരുന്നെന്ന് മാസ്റ്റർ ഇൻ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.